ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കയ്യിലും ഇതുപോലുള്ള അരിയുടെ ചാക്കോ സഞ്ചിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ആരും വെറുതെ കളയരുത് കേട്ടോ. നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാം. എനിക്ക് തോന്നുന്നു ഇത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന്. വേറെ ഒന്നും അല്ല കേട്ടോ നമ്മൾ ഗ്രോ ബാഗാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ ഒരു സഞ്ചി വെച്ചിട്ട് 2 ഗ്രോ ബാഗുകൾ ഉണ്ടാക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കാണിച്ചു തരുന്നത്. വേറെയും മെത്തേഡുകളുണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. നമുക്ക് ഇതുപോലുള്ള ഗ്രോ ബാഗ് ഉണ്ടാക്കിയിട്ട് നമുക്കതിൽ പച്ചക്കറി വിത്ത് നടാം. പിന്നെ ഫ്ലവർ പ്ലാന്റ് വേണമെങ്കിൽ അതൊക്കെ നടാം കേട്ടോ. നമുക്ക് ഈ ഒരു ഗ്രോ ബാഗ് 1 വർഷത്തോളമൊക്കെ കേടുകൂടാണ്ട് നിൽക്കും. നമുക്കിതിൽ അധികം മെഷർമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ആർക്കും തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ 2 ഗ്രോ ബാഗുകളാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് നേരെ ഗ്രോ ബാഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തിരിക്കുന്ന സഞ്ചി ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വെക്കുക കേട്ടോ. കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മടക്കി നോക്കുക. മടക്കിയിട്ട് നമ്മളിപ്പോൾ 2 ഗ്രോ ബാഗുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് വലുപ്പത്തിലുള്ളതല്ല, ഫ്ലവർ പ്ലാന്റ് നടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ മടക്കിയതിന് ശേഷം മറ്റേ സൈഡിൽ ഈ വരുന്ന സൈഡിൽ ഒരു 1 ഇഞ്ചിൻ്റെ അടുത്ത് എക്സ്ട്രാ വിട്ടിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് സെൻറ്ററിൽ നിന്നും കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്കിപ്പോൾ വെജിറ്റബിൾസൊക്കെ നടാനാണെങ്കിൽ കുറച്ച് വലിയ ഗ്രോ ബാഗ് തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഫ്ലവർ പ്ലാന്റ് നടാൻ വേണ്ടിയിട്ടുള്ളതുകൊണ്ടാണ് കുറച്ച് ചെറുതാക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ കൈ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുവാണ്. കൈ ഇപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒന്ന് കാണിച്ചു തരാം. വളരെ ഈസിയാണ്, അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ആദ്യം ഞാനിപ്പോൾ താഴത്തെ സൈഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. താഴത്തെ സൈഡ് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് ആദ്യം മടക്കി, എന്നിട്ട് വീണ്ടും ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ട് 2 ഫോൾഡ് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. പിന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളറുള്ള വശം ഉള്ളിലേക്ക് വേണം, വൈറ്റുള്ള സൈഡ് പുറമേക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ മറിച്ചിട്ടിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കട്ടി കൂടുതലായിട്ട് കിട്ടും. നമുക്കിപ്പോൾ മെഷീൻ ഇല്ലെങ്കിൽ പോലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. കൈ കൊണ്ട് റണ്ണിങ് സ്റ്റിച്ച് കൊടുത്താലും മതി, ഇതുപോലുള്ളത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ഒട്ടും സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു ഗ്രോ ബാഗായിട്ട് കട്ട് ചെയ്യുക. കുറച്ച് നീളം കൂടുതൽ വരുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ അരികു വശം ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമുക്ക് ഗ്രോ ബാഗായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കണ്ടോ, ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ ഒരു ഗ്രോ ബാഗ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് മുകളിലത്തെ പാർട്ട്, നമ്മൾ കട്ട് ചെയ്തെടുത്ത മുകളിലത്തെ പാർട്ട് എടുക്കാം. മുകളിലത്തെ പാർട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാനിതിനെ ഇതുപോലെ ഒന്ന് പുറം തിരിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിനെ സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ കറക്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഇത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം കേട്ടോ. കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും. ഇതുപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ ഈ ഒരു സൈഡ് മടക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. തെന്നി പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പിൻ ചെയ്യുക. പിൻ ചെയ്തിട്ട് നിങ്ങളിതുപോലെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ താഴത്തെ സൈഡ് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങ് അറ്റം എത്തുമ്പോൾ ആ ഒരു സൈഡും ഇതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡ് എങ്ങനെയാണോ മടക്കി കൊടുത്തിരിക്കുന്നത് ആ സെയിം രീതിയിൽ തന്നെ മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. എന്നിട്ട് 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക, 2 or 3 സ്റ്റിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് നമുക്ക്. ഇനി നമുക്കിതിനെ നല്ല വശത്തേക്കൊന്ന് മറിച്ചിട്ട് എടുക്കാം. നല്ല വശം നിങ്ങൾക്ക് ഏത് വശം വേണമെങ്കിലും നല്ല വശമായിട്ട് എടുക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ ഭംഗിയായിട്ട് തോന്നുന്നത് ആ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു സഞ്ചി കൊണ്ട് 2 ഗ്രോ ബാഗുകളാണ് കിട്ടിയിരിക്കുന്നത്. 10 കിലോൻ്റെ സഞ്ചിയാണ് കേട്ടോ ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് മണ്ണ് നിറച്ച് കൊടുക്കണം. ഇതിലേക്ക് മണ്ണ് നിറച്ച് കൊടുത്തിട്ട് നമ്മൾ ഏത് ചെടിയാണോ നടാൻ ഉദ്ദേശിക്കുന്നത് അത് നട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെടി നട്ട് കഴിഞ്ഞതിന് ശേഷമോ അതിന് മുൻപായിട്ടോ ഇതിൽ ഹോൾസ് ഇട്ട് കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ വെള്ളം പോവില്ല പുറത്തേക്ക്. അപ്പോൾ ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നെങ്കിൽ ചെടി നടുക, അല്ലെങ്കിൽ ചെടി നട്ടതിന് ശേഷം ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ കാര്യം മറന്നു പോകരുത്.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.